ഹായ് ഗൈസ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അനിയൻ ഭയങ്കര ഒരു ബാഴ്സലോണ പ്രേമിയാണ്. അപ്പോൾ പാതിരാത്രി ഇപ്പോൾ കറക്റ്റ് ടൈം 1:37. അപ്പോൾ ഇന്ന് എൽ ക്ലാസിക്കോ ഫൈനൽ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഉറങ്ങാതെ കളി കണ്ടുകൊണ്ടിരിക്കാം. അപ്പോൾ അവൻ്റെ അടുത്ത് നമുക്ക് അവൻ്റെ കളിയുടെ അഭിപ്രായങ്ങൾ ചോദിക്കാം. സർ, ഇന്നത്തെ കളി ആരെയായിരിക്കും താങ്കളുടെ അഭിപ്രായം രേഖപ്പെടുത്തുന്നത്? ഇന്നത്തെ കളി എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ 2-1 പൊട്ടിച്ച് റയൽ മാഡ്രിഡിനെ ഇന്ന് നമ്മൾ മിനിമം ഒരു 5-1 5 മുട്ടയ്ക്ക് പൊട്ടിക്കാൻ വേണ്ടിയുള്ള പ്ലാനിങ്ങിലാണ്. പക്ഷേ കളി കാണാൻ വേണ്ടിയാണ് ഈ നോക്കണത്, നടക്കുള്ളൂ. ഇപ്പൊ സ്കോർ ഹാഫ് ടൈമിൽ എത്രയായി? ഇപ്പൊ സ്കോർ ഹാഫ് ടൈം 2-2 ആയി നിലവിൽ. പിന്നെ നീ എങ്ങനെ 5 മുട്ടയ്ക്ക് പൊട്ടിക്കും? 5-2 പൊട്ടിക്കാലോ നമുക്ക്. 5-2. ഓക്കെ. അപ്പൊ 5-2 എന്താണെങ്കിലും റാഫിനെ ഇറങ്ങണ്ട്. റാഫിന്റെ കളി എന്താണെങ്കിലും ജയിപ്പിച്ച് ഇന്ന് റയൽ മാഡ്രിഡിനെ ഫുള്ള് വായടപ്പിക്കും. കളി കാണാം നമുക്കിനി. ഇപ്പൊ ഇങ്ങനെ കാണാൻ പറ്റണേ. അപ്പൊ ഇവൻ പറയണേ ഇപ്പൊ ഓൾറെഡി 2-2 കളി. അപ്പൊ ഇവൻ 5 ഇനി ബാഴ്സലോണ 3 അടിച്ച് 5-2 റയൽ മാഡ്രിഡിനെ പൊട്ടിക്കുമെന്ന് പറയണേ. കളി കാണാലോ, സീനില്ല. നമ്മുടെ പയ്യന്മാർ നമ്മുടെ ചെക്കന്മാർ ഫുള്ള് സെറ്റ് ആയിരുന്നു. എടാ, ഈ ഇരുട്ട് മാറാൻ വേണ്ടി ലൈറ്റ് ഇട്ടാ പോരെ? ഇതൊക്കെ ഇരുട്ടത്തിരുന്ന് കാണണം, അല്ലാണ്ട് ചുമ്മാ നമ്മൾ തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരിക്കണം. ഇത് ഏതാ ഭാഷ? സംഭവം എന്നാ വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്ക് മണ്ടത്തരം പറ്റി പോയി. പുള്ളി 1:30 കളി തുടങ്ങുമെന്നും പറഞ്ഞ് രാവിലെ ഞാൻ കണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ 1:30 കളി തുടങ്ങും. പക്ഷെ ഞാൻ 12:30 വീട്ടിൽ വന്ന് കയറിയത്. 12:45 വരെ വെയിറ്റ് ചെയ്തു. അപ്പത്തേനും ഒരു ഗോളോ 2 ഗോളോ കണ്ട് അടിച്ച്. അതാണ് പുള്ളിക്ക് ചെറിയൊരു മണ്ടത്തരം പറ്റി. എന്താണെങ്കിലും കളിയുടെ അവസാനം നമുക്ക് കണ്ടറിയാം. തുടക്കം ഇപ്പം എങ്ങനെയാണെന്നല്ല കാര്യം, അവസാനം എങ്ങനെ മാറും എന്നുള്ളതിലാണ് അതിൻ്റെ ഒരു ഇത്. പക്ഷെ ഇതുവരെ എംബാപ്പ ഇറങ്ങിയിട്ടില്ല. എംബാപ്പ സെക്കൻഡ് ഹാഫിൽ ഇറങ്ങണത്. പക്ഷെ എംബാപ്പ സെക്കൻഡ് ഹാഫിൽ ഇറങ്ങി കഴിഞ്ഞാൽ കളി എംബാപ്പ ഇറങ്ങിയാലും നമ്മുടെ ഹാൻസി ഫ്ലിക്കിന്റെ അതിന്റെ തന്ത്രമുണ്ട്. കളി കണ്ടോ? അതെ, 2 ഗോൾ അടിച്ചപ്പോൾ 2 ഗോൾ അടിച്ചത് നമ്മൾ ആദ്യം ഒരു കളി ഒന്ന് ടൈറ്റ് ആവാൻ വേണ്ടി കണ്ടോ. പിള്ളേരെ സെക്കൻഡ് ഹാഫ് കളി ഞങ്ങൾ സെക്കൻഡ് ഹാഫ് പിടിക്കാറുള്ളൂ. ഗൈസ്, കളി എന്തായാലും കെട്ട ആര് ജയിക്കുമെന്ന് ഇതുവരെ പറയാൻ പറ്റില്ല. 2-2 ബാഴ്സലോണ ജയിക്കും. എന്താണ് ഇവന്റെ ഓവർ കോൺഫിഡൻസ് കാരണം എന്നും ബാഴ്സ പൊട്ടാറാണ് പതിവ്. പിന്നെ കഴിഞ്ഞ കൊല്ലം 4 കളി കളിച്ചാലും 4 നമ്മുടെ ബാഴ്സ ചെക്കന്മാര് ജയിച്ചത്. ഈ പ്രാവശ്യം എന്തോ ലക്കിനന്മാരെ ഒരു കളി ജയിച്ചു. ഇനിയുള്ള കളി നമ്മുടെ ഇത് ഫൈനലിൽ ഹാൻസി ഫ്ലിക്കിന് പൊട്ടിയ ചരിത്രമില്ല. കളിച്ച എല്ലാ ഫൈനലിലും ഹാൻസി ഫ്ലിക്ക് ജയിപ്പിച്ചിട്ടുണ്ട്. ഇവന്റെ ഓവർ കോൺഫിഡൻസ് കാരണം ഇന്ന് കളി ആദ്യം പൊട്ടുകയും ചെയ്യും, നാണം കിടുകയും ചെയ്യും. ഈ വീഡിയോ വരുമ്പോൾ ഇവനെ കളിയാക്കാനായിരിക്കും നിങ്ങൾ റെഡി ആയിട്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ദുബായ് ഏരിയസിലൊക്കെ നമുക്ക് ഇഷ്ടമുള്ളവര് കപ്പ് എടുത്തിട്ടുള്ളൂ. അല്ലാണ്ട് ചിലവന്മാര് ഒട്ടകം മേയ്ക്കാൻ പോയ പോലെയല്ല. ഇത് നമ്മള് കളിച്ച് ജയിക്കും. മനസ്സിലായി. പക്ഷെ അവരുടെ ഫാൻ ഇളകൂട്ടില്ല. അതാരാന്ന് ചിലപ്പോ ഒട്ടകം എന്ന് പറയുമ്പോ തന്നെ മനസ്സിലാവും. ഫാൻസുകാരിളകും. ഇത് മുട്ട പോവാ. ബാക്കി നമുക്ക് കളി കാണാം. എടി ഇരുന്ന് കാണണ കളി വാസിലെ കളി ഇരുന്ന് കാണാം. കളിയുടെ ഇതെങ്ങനെയാ നോക്കട്ടെ. ഫ്ലോ ഹാൻസി ഫ്ലിക്ക് എങ്ങനെയാ ഇറക്കണേന്ന് നോക്കട്ടെ. ഹാൻസി ഫ്ലിക്ക് ഇപ്പൊ നിലവിൽ കസേരയിൽ ഇരിക്കുക. പോവുകയാണ് റയൽ മാഡ്രിഡിന്റെ ഒരു അത്യുഗ്രൻ മുന്നേറ്റം. അടിക്കുന്നു. മണ്ടനെ കാണിച്ചേ. ഇപ്പൊ 3-2 ഇപ്പൊ മണ്ടത്തരം. അവിടെ ഗോളി അവിടെ പോസ്റ്റിൽ ചാരി വയ്ക്കാൻ വെച്ചേക്കണില്ല. ഗോളിനെ അവിടെ നമ്മൾ കാശ് എടുത്ത് ഇറക്കിയേക്കണതാ. ആ രണ്ടാമത്തെ ഷോട്ട് ഗോളിക്ക് പിടിക്കാൻ പറ്റില്ല. രണ്ടാമത്തെ ഷോട്ട് ആകാശവാണി. പക്ഷെ രണ്ടാമത്തെ ഷോട്ട് കിടുക്കാനായിട്ട് അടിച്ചാർന്ന് ഗോൾ കയറിയാണ്. രണ്ടാമത്തെ ഷോട്ട് അടിപൊളിയായിട്ട് അടിച്ചേക്കാണ് ആകാശത്തേക്ക്. ഇനി കിടന്ന് കാണാം. നീ എന്താ സുഖല്ലേ. അതെ, ഇതൊക്കെ ഈ കളിയൊക്കെ നമ്മളൊരു ടെൻഷൻ ഇല്ലാണ്ട് കാണാൻ പറ്റും. കാരണം ജയിക്കണത് ബാഴ്സലോണയല്ലോ. പുള്ളി ഓൾറെഡി തീരുമാനിച്ചു ബാഴ്സ ജയിക്കുന്നു. നമ്മളിപ്പോ UCL ഫൈനൽ ബാഴ്സ ജയിച്ചില്ലെങ്കിൽ നാളെ കൂട്ടുകാരന്മാര് കളിയാക്കും. ഫൗള് ഇതെന്ത് റഫർ ചെയ്ത് അവനെ പുറത്തുനിന്ന് 100 കൊടുത്ത് കയറ്റിയേക്കണയാ. ബാഴ്സയ്ക്ക് ഒരു ചാൻസ് കിട്ടിയിരിക്കുകയാണ്. ഒരു ഫ്രീ കിക്ക് ജസ്റ്റ് ബോക്സിന്റെ പുറത്തു നിന്നും. ഇത് ഗോൾ പോവെങ്കിൽ കോട്ടിയോസിന് ഉറക്കം വരുമോ നമുക്ക് നോക്കാം. പോടെ വാസിലെ ഇത് ഗോളാണ്. ഇത് പോസ്റ്റിൽ തട്ടിപ്പോയി. ആ പോസ്റ്റ് മാറ്റി വെക്കേണ്ടി വരും ചിലപ്പെങ്കിൽ ഗോളാവണമെങ്കിൽ. അത് 7 അയലത്ത് പോയിട്ടില്ല. പിന്നെ കറക്റ്റ് തൂക്കി ഇറങ്ങിയാനെ. ഇച്ചിരിയും കൂടി പൊക്കം വേണമായിരുന്നു. അതാരാത്? കരിമൻസിനൊക്കെ ഉണ്ടോ? കാണാൻ വന്നിട്ടുണ്ട്. കാണാൻ നീ എന്താ പോയിരുന്നേ? സൗദിയിൽ പോകുമ്പോഴോ? നാട്ടി ചെക്കൻ ഇറങ്ങാൻ പോവാണ്. ചെക്കൻ എംബാപ്പെ ഇറങ്ങി കഴിഞ്ഞാൽ ഇനി ഒരു ഓട്ടോ ഓടുന്നു, ഒരു ഗോൾ അടിക്കുന്നു. ബാഴ്സലോണ ഫാൻസ് ആണല്ലേ എംബാപ്പയുടെ കളി ഒരു കളി അല്ല. എംബാപ്പ വലിയ പ്ലെയർ ആയിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷെ ഒരു നല്ല ഓട്ടോ ഉണ്ട്. എംബാപ്പയ്ക്ക് ഒരു കളിയുണ്ട്. എംബാപ്പ ഫൈനലായി കഴിഞ്ഞാൽ കുറച്ച് സീനാണ്. ബാഴ്സലോണ വിനീഷ്യസ് ജൂനിയറിനെ പൂട്ടില്ലെങ്കിൽ
അവൻ അവർക്കൊരു തലവേദന ഒരു ഗോള് ലക്കിന് അടിച്ചോണ്ടേ എല്ലാം അങ്ങനെ തന്നെ ഉപയോഗിക്കും അവന്മാര്. എല്ലാ ഗോളുകളും ഓരോ ടീമും ലക്കിന് അടിക്കുന്ന, ലക്കില്ലാത്ത ആൾക്കാര് എന്തിലൊക്കെ നമ്മളെ അടിച്ച് നല്ല രീതിയിൽ നന്നായിട്ട് കളിച്ചിട്ട് ആദ്യത്തെ ഗോള് റാഫിനെ അടിച്ചത് എന്റെ കളി അല്ല, നന്നായിട്ട് കളിച്ചിട്ട് എത്രയോ ടീമുകള് ലക്കിന്റെ ഒരു ഫാക്ടർ ഇല്ലാത്തോണ്ട് തോക്കണു, അതറിയോ? പക്ഷെ ഈ കളിയിൽ ലക്കിന്റെ കുഴപ്പമില്ല. കാരണം രണ്ട് ടീമും മറ്റേ അടിപൊളി ഗോളുകൾ അടിച്ചത്. രണ്ട് ടീം ഉള്ള എന്റെ ടീം എന്ന് മാത്രമല്ല, രണ്ട് ടീമും നല്ല ഗോളുകൾ അടിച്ചത്. ലെവൻഡോസ്കിയുടെ ചിപ്പോ കാണണമായിരുന്നു. എന്റെ ഒരു രക്ഷയില്ലായിരുന്നു. അത് ക്ലിയർ ഫൗളാണ് കേട്ടോ. അതിനൊരു യെല്ലോ കാർഡ് എങ്കിലും മിനിമം കൊടുക്കണം. പിള്ളേര് കയറിയ പിന്നെ അവർക്ക് ക്ഷമയില്ല അല്ലേ? അതെ, പിള്ളേരുടെ ഓർമ്മ പണ്ടത്തെ ഇതില്ലേ എൽ ക്ലാസിക്കോ പോലെ ആക്കാൻ നോക്കണേ ചെക്കന്മാര്. നടക്കുവോ? സെർജിയോ റാമോസിന്റെ 7 അയലത്തെത്തും ഇപ്പൊ ആരെങ്കിലും? അത് തന്നെ. അടി എവിടെ നിന്ന് അടിച്ചാ? അവിടെ നിന്ന് അടിച്ചു കയറ്റാൻ അവനാരാ? ഹൾക്കോ? വിനീഷ്യസിന്റെ ഒരു ഓട്ടം, പിന്നെ വിനീഷ്യസിന്റെ ഒരു അഭിനയം. വിനീഷ്യസിനെ തൊടാൻ പാടില്ല. അതാ ബാഴ്സലോണയുടെ കളി കോച്ച് മിസ്റ്റർ പെഡ്രിയുടെ കയ്യിൽ നിന്ന് ആരെങ്കിലും പന്ത് മേടിക്കാൻ പോകും. ഫാസിൽ മുഹമ്മദ് ഇവിടെ ഇന്ന് പരിക്ക് മൂലം പെഡ്രിയുടെ കയ്യിൽ നിന്ന് ആരെങ്കിലും പന്ത് മേടിക്കാൻ പോവും? മാരൊക്കെ മണ്ടന്മാരാണോ? പെഡ്രിയുടെ കയ്യിൽ നിന്ന് പന്ത് കിട്ടൂല, പിന്നെ എന്തിനാമാര് ഓടി വന്നത്? ഒന്നൊരു കാര്യം ചെയ്യും, പെഡ്രി മാത്രം കളിക്കട്ടെ. അങ്ങനെയല്ല. അതാണ് ഗൈസ്, ഞാൻ പറഞ്ഞില്ലേ, അസിസ്റ്റന്റ് മാനേജർ പരിക്ക് മൂലം. അടി എന്റെ എളിയാതെ ഇവിടെ പെഡ്രി നിൽക്കണു. അത് നല്ല പരിപാടിക്കല്ല. ടച്ച് ശരിയല്ലെന്ന്. ലെവൻഡോസ്കിയുടെ ടച്ച് ശരിയല്ലാത്തില്ല. ലെവൻഡോസ്കിയുടെ ആവശ്യമില്ല ശരിക്കും ഈ കളിയില്. അങ്ങനെ ഈ ചെറിയ പിള്ളേരെ വെച്ച് ജയിപ്പിക്കാന്നാ ഇപ്പൊ ഉദ്ദേശിച്ചേക്കണേ. കാരണം ലെവൻഡോസ്കി നിൽക്കുമ്പോൾ ചുമ്മാ ഗോൾ അടിക്കാനുള്ള ചാൻസ് ഒക്കെ കൂടുക. ഇപ്പൊ ഇച്ചിരി കളി ടൈറ്റ് വേണമെങ്കിൽ അവന്റെ ടീമിനനുസരിച്ചുള്ള പിള്ളേർ നമുക്ക് വേണമല്ലോ. അത് നമ്മൾ ജയിച്ചു കഴിഞ്ഞ ഒരു BGM ഉണ്ട്, നമ്മളിവിടെ കിടന്ന് തുള്ളും. അതാണ് നമ്മുടെ നമുക്ക് അങ്ങനെ BGM. ഞാൻ ഇത് പറയാം, നമുക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മളെന്തായാലും ജയിക്കും എന്നാണ് ഇപ്പോഴും എന്റെ മനസ്സ് പറയണം. ഈ കാണുന്ന മുടി വെട്ടിക്കഴിഞ്ഞാൽ ബാഴ്സലോണ, ഈ കാണുന്ന മുടിയല്ല, വേണ്ടി ജസ്റ്റ് ഒന്ന് വെട്ടിക്കളയാൻ കുറച്ച്. നീ ഇത് ഏറ്റെടുത്ത് ഞാൻ റയൽ മാഡ്രിഡ് ജയിച്ചു കഴിഞ്ഞാൽ ഞാൻ നിനക്ക് PS5 മേടിച്ചു തരും. റയൽ മാഡ്രിഡ് ജയിച്ചു കഴിഞ്ഞാ പക്ഷെ ബാഴ്സലോണ തോറ്റു കഴിഞ്ഞാൽ നീ മുടി വെട്ടണം. ബാഴ്സലോണ എന്നാ ഓക്കെ PS5 മേടിച്ചിരിക്കും. ഓക്കെ, PS5 ഞാൻ മേടിച്ചു തരും. റയൽ മാഡ്രിഡ് പൊട്ടിക്കഴിഞ്ഞാൽ PS5, ബാഴ്സലോണ പൊട്ടിക്കഴിഞ്ഞാൽ മുടി വെട്ടും. മുടി വെട്ടും. അപ്പൊ ഓക്കെ, സെറ്റ്. അതാണ് നമ്മുടെ ഇത്. ഗെയിം വരെ സ്റ്റോപ്പ് ആയി പോയി. അത്രയ്ക്ക് നല്ല വർത്താനം നമ്മൾ പറഞ്ഞു. നോ ഇന്റർനെറ്റ് സാർ, ഇന്റർനെറ്റ് ഇല്ലാന്ന്. എനിക്ക് തോന്നുന്നു ബാഴ്സലോണയുടെ കളി കണ്ട് നെറ്റ് വരെ പേടിച്ചു തോന്നുന്നു. റാഫിനെ അടിച്ചണ്ടാ മച്ചാനെ? റാഫിനെ അടിച്ചു ഗൈസ്. കഴിഞ്ഞ കളിയില് റാഫിനെ ഇല്ലാത്തതിൽ നിങ്ങൾ 2-1 ജയിച്ചു. ഈ കളി ഞാൻ പറഞ്ഞു റാഫിനെ ഗോൾ അടിക്കുന്നവർ 2 ഗോൾ അടിച്ചിട്ടുണ്ട്. ഇനിയും കിടക്കുവാണ് 20 മിനിറ്റ്. നമുക്കിനി എത്ര ഗോൾ അടിച്ചാണ് കയ്യോടെ കാണാം. അതാ ബാഴ്സലോണ 3 ഗോൾ അടിച്ചതിന് ശേഷം സാവി അവരുടെ വജ്രായുധമായ കൈലിയൻ എംബാപ്പേനെ ഇറക്കാൻ പോവുകയാണ്. ഇനി എന്താണെങ്കിൽ 2 ഗോളും കൂടി അടിക്കും. കാരണം 5-2 നമ്മുടെ കണക്ക്. 5-2 അടിച്ചില്ലെങ്കിലും 3-2 ജയിക്കാൻ നോക്കുക. കൈലിയൻ എംബാപ്പേനെ കുറിച്ച് ഇറങ്ങുന്നതിനെ കുറിച്ച് താങ്കളുടെ എംബാപ്പെ ഇറങ്ങണേന്ന് ഞാൻ പറഞ്ഞല്ലോ. എംബാപ്പയ്ക്ക് നല്ല ഓട്ടം ഉള്ളതുകൊണ്ട്, ഒരു ഫ്രീ പാസ് ഇട്ട് നല്ല ഫിനിഷിംഗ് ഉള്ളതുകൊണ്ട് ഗോൾ അടിക്കാനും ചാൻസ് ഉണ്ട്. ആ പൂട്ട് നമ്മൾ പൂട്ടണം. എംബാപ്പേനെ ഫ്രണ്ടിൽ നിന്നും പൂട്ടണം, ബാക്കിൽ നിന്നും പൂട്ടണം, നടുക്കിൽ നിന്നും പൂട്ടണം. ഒരുത്തിന് ഫ്രീ ചാൻസ് കിട്ടിയിട്ട് ദൈവനാന്ന് തോന്നുന്നു. ഒരുത്തിന് ഫ്രീ ചാൻസ് എടുത്ത് ഗോളിയുടെ കയ്യിലേക്ക് അടിച്ചു കൊടുത്തേക്കോ. അങ്ങനെയുള്ളവന്മാരല്ലേ. പക്ഷെ എംബാപ്പയ്ക്ക് ഒരു ഫ്രീ ചാൻസ് കിട്ടി കഴിഞ്ഞാൽ ഗോളായിരിക്കും. അതാണ് പ്രശ്നം. റെഡ് കാർഡ് പന്തിലോട്ടാ വെച്ചത്. പന്തിലോട്ടൊന്നല്ല, അത് അറിഞ്ഞോണ്ട് തന്നെ വെച്ചതാ. പോടർക്കാം. അത് വാറ് നോക്കട്ടെ. കളി നമ്മള് കാണിച്ചാൽ ഇങ്ങനെ പേടിക്കലടാ ആണുങ്ങളെ വില കളയാനായിട്ട്. കണ്ടോ ചവിട്ടി, ബൂട്ട് പൊക്കിയോ കാലില്. റെഡ്. ഇനി 3.5 മിനിറ്റോടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നല്ലെങ്കിൽ ബാഴ്സലോണ ഇതേ രീതിയിലാണ് ബാഴ്സലോണ കപ്പെടുക്കും, അല്ലെങ്കിൽ റയൽ മാഡ്രിഡ് സമനില പിടിക്കും. ആ ഗോളിയുടെ തലക്കെട്ട് അടിച്ചാലും മതിയായിരുന്നു അല്ലേ? ഗോളി 2 മിനിറ്റ് അവിടെ തലയിറക്കി വിടാലും. കളിയിറക്കേ നമ്മള് കപ്പ് എടുത്തു. ബാഴ്സ കപ്പ് കളിക്കറിയാവുന്നവരെ ഇറക്കണം. അല്ലാണ്ട് ചുമ്മാ വഴി കൂടെ പോണവരൊക്കെ പിടിച്ച് റയൽ മാഡ്രിഡിൽ 15 കപ്പ് എടുത്ത് പറഞ്ഞിട്ട് കാര്യമില്ല. കളിക്കറിയണം. അത് നീ പയ്യെ ഓടിയാൽ മതി, ഒരു കുഴപ്പമില്ല. വട്ടം ചുറ്റ് 2 പ്രാവശ്യം വട്ടം ചുറ്റ്. അവിടെ മറിയ അവിടെ 5 മിനിറ്റ് ഒക്കെ കഴിഞ്ഞ് ഇമാരെ അടിക്കാനുള്ള ലാസ്റ്റ് ഇതും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ വിസിലൂതും. പടച്ചോനെ,
കോർണർ കൂടെ കഴിഞ്ഞിട്ട് തന്നെ ഇടുള്ളൂ. ഒന്നേ കുറച്ച് ദിവസം അവിടെ തലറങ്ങി വീഴുവാണെങ്കിൽ കൊർത്ത കയറിണ്ട്, കൊത്ത കയറി വന്നുണ്ട്, കയറി കൊത്താൻ വന്നുണ്ട്. കൊത്താൻ ഓന് ഭയങ്കര പൊക്കാന്നേ. 6.7 എത്രയോ 6.7 കണ്ടടിയാ. വാ 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 വാ. ഏതാ ഫ്രീ ഹെഡർ വരെ അടി വിസിലടി പയ്യെ എന്ത് കളി കളിക്കണത്. ഫ്രീ ബാബ കളിക്കാൻ നോക്കിയിട്ടുണ്ട്. അവിടെ തന്നെ ഗോളിക്ക് ഇട്ട് കൊടുക്കോളൂ. കപ്പെടുത്തു. കളിക്കറിയാവുന്നവർക്ക് മാത്രം എടുക്കാൻ പറ്റുന്ന കപ്പുകളാണ് ഇത്. 15 UCL ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, കളിച്ച് കപ്പ് എടുക്കാൻ അറിയണം. ഏതോ കാലത്ത് അടിച്ച് 15 UCL, ഏതോ കാലത്തല്ല അടിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മള് കഴിഞ്ഞ കൊല്ലം സൂപ്പർ കപ്പ് ഫൈനലിൽ തോപ്പിച്ചു, ഈ കൊല്ലം ഫൈനലിൽ തോപ്പിച്ചു. 5-2 തോപ്പിക്കാൻ പറ്റിയില്ല. സാരല്ല, 2 അവിടെ തന്നെയാണല്ലോ. നമ്മള് അല്ല 3 2 5 ആ അങ്ങനെ 5 ഉണ്ട്. എന്താണേലും 5 കിട്ടിയില്ല. ഒരു ഡാൻസ് കളിച്ചോ? ഡാൻസ് കളിക്കാൻ എന്നതാണല്ലോ. നമ്മൾ എന്താണേലും നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം സൂപ്പർ കപ്പ് ഫൈനൽ എടുത്താ, നമുക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഇതൊന്നും ഇല്ല. അപ്പൊ അത്രയൊക്കെ ഉള്ളൂ. ഇതൊക്കെ എനിക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യമായിരുന്നു. പിന്നെ എത്ര ഗോളിന് ജയിക്കുമെന്ന് അറിയണമെന്ന് മാത്രമേ എനിക്ക് ആഗ്രഹം ഉണ്ടാകുന്നുള്ളൂ. അപ്പൊ ഇനി നമ്മള് കപ്പ് പൊക്കണയാണ് കാണാൻ പോണത്. അത് കാണാൻ മനക്കട്ടില്ലാത്തവര് ഇപ്പൊ തന്നെ വ്ളോഗ് കട്ട് ചെയ്തു. ഗൈസ്, അങ്ങനെ കളി കഴിഞ്ഞു. ബാഴ്സലോണ ജയിച്ചു. പോയില്ല, എന്റെ PS5 പൈസ പോയിന്ന് തോന്നണേ. അപ്പൊ അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.